ഹലോ, ഹമീൻസ് കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ട ബജിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോ നോക്കാം. ആദ്യം നമുക്ക് ബജിക്കുള്ള മാവ് റെഡിയാക്കാം. ഇതിനായിട്ട് ഞാനിപ്പോൾ 1 കപ്പ് കടലമാവ് ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് തന്നെ 1/2 കപ്പ് മൈദയും 1/4 കപ്പ് അരിപ്പൊടിയും കൂടെ ഞാൻ ചേർക്കുകയാണ്. അരിപ്പൊടി ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഈ ബജി ഒന്ന് കുറച്ച് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഇതാ ഇത്രയും അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ തന്നെ ഇത്രയും അളവിൽ പെരുംജീരകം ചതച്ചെടുത്തത്, അതുപോലെ ഇതാ കണ്ടോ 1/4 ടീസ്പൂണോളം ചെറിയ ജീരകം, പിന്നെ ഇതാ ഇത്രയും അളവിൽ മുളക് പൊടി ചേർക്കുകയാണ്. പിന്നെ ഒരു പിഞ്ച് കായപ്പൊടിയും കൂടെ കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം സോഡാപ്പൊടിയും കൂടെ ചേർത്തിട്ട് നല്ല പോലെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മാവ് കലക്കിയെടുക്കാം. ഈ മാവിൻ്റെ പരുവെന്ന് വെച്ചാൽ അധികം ലൂസും അല്ല, എന്നാൽ അധികം കട്ടിയുമല്ല, ആ ഒരു പരുവത്തിലാണ് കേട്ടോ. ഏകദേശം നമ്മുടെ ദോശയുടെയൊക്കെ മാവില്ലേ, ആ ഒരു പരുവത്തിലാണ് വേണ്ടത്. ഇപ്പോൾ ഇതാ കണ്ടോ, ഞാൻ മാവ് നല്ലപോലെ കലക്കിയെടുത്തിട്ടുണ്ട്. നമ്മൾ സ്പൂണിൽ കണ്ടോ ഇതുപോലെ ഇങ്ങനെ കോട്ടായിട്ട് നിൽക്കണം. ഈ ഒരു പരുവത്തിൽ വേണം കേട്ടോ മാവ് കലക്കിയെടുക്കാൻ. ഇനി നമുക്ക് ബജി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഇതിനായിട്ട് ഇപ്പോൾ ഞാനിവിടെ കുറച്ച് മുട്ട നല്ല പോലെ വേവിച്ചിട്ട് ഇതുപോലെ നടുകെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര പീസ് വേണമെങ്കിലും ആക്കിയെടുക്കാം. പിന്നെ ഞാനിപ്പോൾ ഈ മുട്ട കട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരു കാര്യം കണ്ടു. ഒരു മുട്ട കട്ട് ചെയ്ത് നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് കണ്ടു 2 ഇതിൻ്റെ മഞ്ഞക്കുരു ഉണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ഇങ്ങനെ. ആ മുട്ട ഒരു അത്യാവശ്യം വലിപ്പം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ബജി ഉണ്ടാക്കാനായിട്ട് പോവാം. ഇതിനായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ പീസ് മുട്ടയും എടുത്തിട്ട് മാവിൽ നല്ല പോലെ കോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിനെ നേരിട്ട് വേഗം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എണ്ണ ആദ്യം നന്നായിട്ട് ചൂടാക്കിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് കുറച്ച് വെക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഓരോ പീസ് മുട്ടയും മാവിൽ മുക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതുപോലെ നമുക്ക് എല്ലാതും റെഡിയാക്കി എടുക്കാം. 2 സൈഡും തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഇതാ ഒരു ബാച്ച് ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റിയിട്ട് ഇതുപോലെ തന്നെ ബാക്കിയൊക്കെ റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഇതാ കണ്ടോ, ഞാൻ ബജി മുഴുവനും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബജിയാണ് റെഡിയാക്കിയിട്ടുള്ളത്. വളരെ എളുപ്പമാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കാൻ. വെറും 5 മിനിറ്റ് മതി. 5 മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വീഡിയോക്ക് താഴെ ഇതുപോലെ ചുവന്ന കളറിൽ കാണുന്ന സബ്സ്ക്രൈബ് എഴുതിയ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഒരു ബെല്ലൈക്കൺ കാണാം, അതും കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ 3 ഓപ്ഷൻ വരും. ഇതിൽ മുകളിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടെ മറക്കാതെ പ്രസ് ചെയ്ത് വെക്കുക കേട്ടോ. എന്നാലേ പുതിയ വീഡിയോസ് ഇടുമ്പോൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം.